ഹലോ സുഹൃത്ത്, നമസ്കാരം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്റർനാഷണൽ, നാഷണൽ, ഡൊമസ്റ്റിക് എന്നിങ്ങനെ പല ലെവലിലുള്ള ന്യൂസ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും, പ്രത്യേകിച്ച് എക്സാം ആയി ബന്ധപ്പെട്ട ന്യൂസ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. എന്നും നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് എപ്പോഴും പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ സഹായിക്കുകയുള്ളൂ. ഇന്ന് ഏപ്രിൽ 5 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ദി മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിൻ്റെ വിജയകരമായ പറക്കൽ പരീക്ഷണങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്, ഡിഫൻസ് ആയി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 3-4 തീയതികളിൽ DRDOയും ഇന്ത്യൻ ആർമിയും മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിൻ്റെ ആർമി പതിപ്പ് ഏത് ശ്രേണിയിലാണ് പരീക്ഷിച്ചത്? ഒഡീഷ തീരത്തുള്ള അബ്ദുൽ കലാം ദ്വീപ്. അബ്ദുൽ കലാം ദ്വീപ് ഇതെവിടെയാണ്? ഒഡീഷയിലാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് റേഞ്ച് ആണ്. ഇവിടെയാണ് മിക്കവാറും എല്ലാ മിസൈൽസിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ഇതനുസരിച്ച് 3-4 തീയതികൾ നടന്നിട്ടുള്ള ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒപ്പം തന്നെ ഇന്ത്യൻ ആർമിയും സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിൽ വിജയിച്ച മിസൈൽ ആണ് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ഇത് നടന്നിട്ടുള്ളത് ഒഡീഷയിലെ അബ്ദുൽ കലാം ഐലൻഡിലാണ്. മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി മാറിയ വർഷം ഏതാണ്? 2020. അതായത് ഏതാണ്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു മിസൈൽ ആണ് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ, MRSAM എന്നറിയപ്പെടുന്ന മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിൻ്റെ പരിധി എത്രയാണ്? ഏകദേശം 70 കിലോമീറ്റർ, അറൌണ്ട് 70 കിലോമീറ്റർ. മിക്കവാറും എല്ലാ മിസൈലിലും ഒരു റേഞ്ച് ഉണ്ട്. ഇതനുസരിച്ച് MRSAM എന്നറിയപ്പെടുന്ന മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈലിൻ്റെ റേഞ്ച് ആണ് 70 കിലോമീറ്റർ. ഇത് സർഫേസ് ടു എയർ മിസൈൽ ആണ്, അതായത് ഭൂമിയിൽ നിന്ന് എയറിലേക്ക് ഫയർ ചെയ്യുന്ന ഒരു മിസൈൽ ആണ്. പ്രത്യേകിച്ച് ഇത് ബോർഡറിലേക്ക്, ഏറ്റവും ഫ്രണ്ടിലേക്ക് വിമാനങ്ങൾ, ശത്രു വിമാനങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ആദ്യത്തെ മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം IAFന് കൈമാറിയ വർഷം ഏതാണ്? 2021 സെപ്റ്റംബർ 9. 9 സെപ്റ്റംബർ 2021 ഇന്ത്യൻ എയർഫോഴ്സിന് ഈ ഒരു മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ആർമിക്കാണെങ്കിൽ 2020. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ റാങ്ക്സ് 10th വിത്ത് 1.4 ബില്യൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ AI യുണൈറ്റഡ് നേഷൻ. AI-യിൽ $1.4 ബില്യൺ സ്വകാര്യ നിക്ഷേപവുമായി ഇന്ത്യ 10ാം സ്ഥാനത്ത്. ഇതൊരു യുണൈറ്റഡ് നേഷൻ്റെ റിപ്പോർട്ട് ആണ്. ഇതനുസരിച്ച് ഇന്ത്യയുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ നിക്ഷേപം AI-യിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇപ്പോൾ 10ാമത്തെ റാങ്ക് ആണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. 2023 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗണ്യമായ സ്വകാര്യ നിക്ഷേപത്തോടെ ഇന്ത്യയുടെ ലോക റാങ്ക് എത്രയാണ്? ലോകത്ത് 10ാം സ്ഥാനം. അതായത് AI എന്ന മേഖലയിലേക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതനുസരിച്ചുള്ള യുണൈറ്റഡ് നേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് 2023 ഇന്ത്യ 10ാം സ്ഥാനത്തെത്തി. ഇത് 2023 ഒരു റിപ്പോർട്ട് ആണ്. ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്ത് 10ാമത്തെ സ്ഥാനത്താണ്. AI-യുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് AI-യുടെ ഡെവലപ്മെൻറ്റ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്ഥാനം. 2023 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗണ്യമായ സ്വകാര്യ നിക്ഷേപത്തോടെ ലോകത്ത് 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്. US ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് നല്ലൊരു എമൗണ്ട് ആണ് AI-യുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് AI-യുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഇന്ത്യയുടെ ആഗോള AI സ്വകാര്യ നിക്ഷേപം എത്രയാണ്? $1.4 ബില്യൺ. $1.4 ബില്യൺ ഒരു നിക്ഷേപമാണ് കഴിഞ്ഞ 2023 നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ റാങ്ക് ആണ് 10ാമത്തെ റാങ്ക് ആണ്. ഈ റിപ്പോർട്ട് ഇറക്കിയിട്ടുള്ള യുണൈറ്റഡ് നേഷൻ ആണ്. UN റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ ഒരു റിപ്പോർട്ട്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ആണ് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള, അതായത് 10ാമത്തെ ലെവലിലേക്ക് എത്തിയിട്ടുള്ള രാജ്യങ്ങൾ. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് യുണൈറ്റഡ് നേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് UNCTAD എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് നേഷൻ
ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. 2023 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നടന്ന ഗണ്യമായ സ്വകാര്യ നിക്ഷേപം ആരാണ് പ്രസിദ്ധീകരിച്ചത്? യുണൈറ്റഡ് നേഷൻ CTAD പുറത്തിറക്കിയ 2025 ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്. യുണൈറ്റഡ് നേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ട് ആണ്, അതായത് 2025 ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് ഇന്ത്യ 10ാമത്തെ റാങ്ക്. 2022 ഇന്ത്യ 48ാമത്തെ റാങ്കിലായിരുന്നു. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ റാങ്ക്സ് 36th ഇൻ ദി നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. ഇതൊരു മറ്റൊരു റിപ്പോർട്ട് ആണിത്. അതായത് നെറ്റ്വർക്ക് റെഡിനെസ് സൂചികയിൽ ഇന്ത്യ 36ാം സ്ഥാനത്ത്. നെറ്റ്വർക്കായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആണിത്. ഇതും യുണൈറ്റഡ് നേഷന്റെ റിപ്പോർട്ട് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 അതിർത്തി സാങ്കേതിക വിദ്യകൾക്കുള്ള സന്നദ്ധയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 36ാം റാങ്ക്. നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് AIയിലാണെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് യുണൈറ്റഡ് നേഷന്റെ നെറ്റ്വർക്കായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ആണ്. ഇതനുസരിച്ച് ഇപ്പോൾ 36ാമത്തെ റാങ്ക് ആണ് 2024 കണക്കനുസരിച്ച്. യുണൈറ്റഡ് നേഷൻ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 2025 ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത്? യുണൈറ്റഡ് സ്റ്റേറ്റ്. യുണൈറ്റഡ് നേഷന്റെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 2025 ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യ 36ാമത്തെ റാങ്ക് ആണ്. UN ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 2025 ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 48ാം റാങ്ക്. 2022 ഇന്ത്യ 48ാമത്തെ റാങ്കിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, അതായത് 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ 36ാമത്തെ റാങ്കിലേക്ക് കുതിച്ചു. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ന്യൂ പ്രസിഡന്റ് ഓഫ് ദി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ACC. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? മോസിൻ നഖ്വി. ACC എന്നറിയപ്പെടുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആണ് മോസിൻ നഖ്വി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് മോസിൻ നഖ്വി ഏത് രാജ്യക്കാരനാണ്? പാകിസ്ഥാൻ സ്വദേശിയാണ് മോസിൻ നഖ്വി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം, അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ചുമതലയേൽക്കുന്നത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏത് സംഘടനയുടെ ചെയർമാനായിരുന്നു? 2024 മുതൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ. പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് PCB എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, അതിന്റെ ചെയർമാൻ ആയിരുന്നു മോസിൻ നഖ്വി. അദ്ദേഹമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, UK സെറ്റ് ടു ഹോസ്റ്റ് 2035 വിമൻസ് വേൾഡ് കപ്പ് ആസ് സോൾ ബിഡർ. 2035 വനിതാ ലോകകപ്പിനെ ഏക ലേലക്കാരനായി UK ആദ്യത്വം വഹിക്കും. വരാൻ പോകുന്ന 2035 വിമൻസ് വേൾഡ് കപ്പ് തീരുമാനമായി. ഇതനുസരിച്ച് UK ആണ് ആ ഒരു വേൾഡ് കപ്പ് ആദ്യത്തെ വയ്ക്കാൻ പോകുന്നത്. ഒരേ ഒരു രാജ്യമാണ് ഈ ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ളതും. ഇതനുസരിച്ചുള്ള ആ ലേലത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് UK ആണ് 2035 വിമൻസ് വേൾഡ് കപ്പ് അത് ആദ്യത്തെ വഹിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? UK. നേരത്തെ പറഞ്ഞ പോലെ UK ആണ് ഒരേ ഒരു രാജ്യമാണ് ഈ ഒരു ടൂർണമെന്റ് ആദ്യത്വം വഹിക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടുള്ളതും. ഇതനുസരിച്ച് UK ആണ് വരാൻ പോകുന്ന 2035 ഫിഫ വനിതാ ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്നത്. 2027 ഫിഫ വനിതാ ലോകകപ്പ് എവിടെയായിരിക്കും? ബ്രസീലിലാണ് 2027, അതായത് വരാൻ പോകുന്ന വേൾഡ് കപ്പ് ഇത് നടക്കാൻ പോകുന്നത് ബ്രസീൽ വെച്ചാണ് 2027. ആദ്യ ഫിഫ വനിതാ ലോകകപ്പിന് ആദ്യത്വം വഹിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. 1991 ആദ്യത്തെ വനിതാ ലോകകപ്പിന് ആദ്യത്വം വഹിച്ചിട്ടുള്ള രാജ്യം എന്ന് പറയുമ്പോൾ അത് ചൈനയാണ്. നമ്മളിന്ന് 17 കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.